ബ്ലെസ്സിങ്സ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ ഒരു ആലോചനയുമായി കടന്നു വരുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നോട് കർത്താവ് ഇടപെട്ട ഒരു വചനം, അത് പുറപ്പാട് പുസ്തകം 34:24 ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. ഇത് കർത്താവ് നിങ്ങളുടെ അതിർത്തികളെ വിശാലമാക്കുന്ന ഒരു സീസണാണ്. നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള, മെറ്റീരിയലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള എല്ലാ അതിർത്തികളെ കർത്താവ് വിശാലമാക്കും. പൂർണ്ണമായ ഒരു ആരോഗ്യത്തിലേക്ക് ദൈവം വഴി നടത്തുന്ന ഒരു സീസൺ. ഫിനാൻഷ്യലായിട്ടുള്ള അതിർത്തികളെ വിശാലമാക്കുന്ന ഒരു സീസൺ. നമുക്ക് ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ജോഷു അനേക ജാതികളെ നേരിടേണ്ടതായിട്ട് വന്നു. അവിടെ പ്രത്യേകമായിട്ട് ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നു 7 ജാതികൾ, അവിടെ പ്രത്യേകം പേരുകളെല്ലാം എടുത്ത് പറയുന്നുണ്ട്. ശത്രു നമ്മുടെ കൈവശപ്പെടുത്തിയിരിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. ഈ ശത്രുവിനെ തോൽപ്പിക്കാതെ നമുക്ക് അത് അവകാശമാക്കാൻ കഴിയത്തില്ല. യോശുവ പറഞ്ഞതെന്താ? ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാനിയർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗിഷ്യർ, അമോര്യർ, യബൂസ്യർ എന്നിവരെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന ശത്രുക്കളെ നമ്മൾ നീക്കിക്കളയാതെ, അല്ലെങ്കിൽ നമ്മുടെ ടെറിട്ടറീസ് നമുക്ക് അവകാശമാക്കാൻ കഴിയില്ല. ഈ സീസൺ നമ്മളെ ശത്രുവിനെ ജയിക്കുന്ന ഒരു സീസണായി തീരട്ടെ. യാബേസ് എന്നൊരു വ്യക്തി, ഫസ്റ്റ് ക്രോണിക്കിൾസ് 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട് യാബേസിനെ കുറിച്ച് പറയുന്നു. യാബേസിൻ്റെ അമ്മ ഞാൻ വ്യസനത്തിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യാബേസ് എന്ന് പേരിട്ടു. അപ്പോൾ യാബേസിൻ്റെ ഒരു ജനനം തന്നെ ഒരു നെഗറ്റീവ് സൈഡ് നമുക്ക് കാണാൻ കഴിയുന്നു. പേര് തന്നെ ഒരു നെഗറ്റീവ് സൈഡ്. പക്ഷേ യാബേസ് അങ്ങനെ ഒരു വ്യസനപുത്രനായിട്ട് ഇരിക്കാനല്ല തീരുമാനിച്ചത്. യാബേസ് തീരുമാനിച്ചു, എൻ്റെ അതിരുകളെ വിശാലമാക്കണം, എൻ്റെ അതിരുകൾ വിശാലമാകണം, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം. യബേസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൽ 4 പ്രധാന കാര്യങ്ങൾ യബേസ് പ്രാർത്ഥനയിൽ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യം. യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ വിശാലമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ചോദിക്കുന്നു. ദൈവമേ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എൻ്റെ അതിര് വിശാലമാക്കണം, നിന്റെ കൈ എന്നോട് കൂടിയിരിക്കണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ. നമുക്കൊരു ഡിവൈൻ, ഒരു സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ പിശാച് നമ്മൾ എന്തായാലും അവകാശമാക്കിയത് പോലും പിശാചിന് നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവിനോട് നമ്മൾ ഇന്ന് ചോദിക്കണം. യാബേസ് ചോദിച്ചതെല്ലാം ദൈവം നൽകിയെന്ന, നമ്മൾ എന്ത് ചോദിക്കുന്നോ അത് നൽകുന്ന നല്ല അപ്പനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന എന്താണോ, ഹല്ലേലൂയ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിര് വിശാലമാക്കണം, എൻ്റെ ഫിനാൻഷ്യൽ അതിര് വിശാലമാക്കണം, എൻ്റെ ആത്മീയ അതിര് വിശാലമാക്കണം, എൻ്റെ അനോയിൻറ്റിങ് വിശാലമാക്കണം, എൻ്റെ ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് വിശാലമാക്കണം, കൃപാവരങ്ങളിൽ ഞാൻ ജ്വലിക്കണം. നമ്മൾ എന്ത് ചോദിക്കുന്നോ ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്തു തരും. നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ അപേക്ഷയെ കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. ഒരു സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ അപേക്ഷിക്കണം. എപ്പോഴെല്ലാം ഒരു വാൾ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വാൾ തകർന്നോ അവിടെ എല്ലാം പിശാച് കടന്നു വരാനിടയായി. ആദ്യം നടക്കുന്ന സ്പിരിച്വൽ വാൾ തകരുന്നതാണ്. പിശാച് പിന്നെ രാജ്യങ്ങൾ കൈവശമാക്കാൻ ഇടയാവും. ഈ നാളുകളിൽ നമ്മുടെ സ്പിരിച്വൽ വാൾ കൂടുതൽ സ്ട്രോങ് ആവട്ടെ. ഈ നാളുകളിൽ നമ്മുടെ സ്പിരിച്വൽ വാൾ ഇല്ലാത്തടത്ത് സ്പിരിച്വൽ വാളുകൾ പണിയപ്പെടട്ടെ. ദൈവവചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഷലോം. ഗോഡ് ബ്ലെസ് യു ഓൾ.